നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടി നിന്ന് വിളിക്കുന്നേ? എടി, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കി ഇവൻ ഇവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിക്കോടി. അതോർത്തിട്ട് തന്നെയമ്മേ ഞാൻ ചിരിച്ചു പോയത്. ഈ ശ്യാമേട്ടന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. എന്ത് ചെയ്യാനാ, ജീവിച്ചു പോണ്ടേ. ഇന്ദ്രേട്ടാ, ഞാൻ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കാനൊന്നും പോകുന്നില്ല. ഇന്നു മുതൽ ശ്യാമിന്റെ കൂടെ ട്രാവൽസിൽ വർക്ക് ചെയ്യാനാണ് എന്റെ തീരുമാനം. നിനക്കതാ ഇഷ്ടമെങ്കിൽ ഞാനെന്ത് പറയാനാ? അട്ടയെ പിടിച്ച് മെത്തയെ കടത്താൻ നോക്കിയ കിടക്കില്ല ഇന്ദ്ര. രാവിലെ കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി കുപ്പിയിലാക്കാൻ വേണ്ടിയായിരിക്കും. നിനക്കെന്നും മറ്റുള്ളവരുടെ വാലി തൂങ്ങി നടക്കാനടാ യോഗം. ഈ അളിയനും പെങ്ങളും അധികം താമസിക്കാതെ വാടക വീട്ടിലേക്ക് മാറും. അല്ല, അപ്പൊ നീ ഇവരോടൊപ്പം പോവൂലല്ലേ? ഇല്ലമ്മേ, ഇവിടുന്ന് അമ്മ ഇനി എന്നെ ഇറക്കി വിട്ടാലും ഞാൻ എങ്ങോട്ടും പോവില്ല. ഇനി സത്യൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളും വാടക വീട്ടിലേക്ക് മാറണ്ടെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. എടാ, എങ്ങനെ എങ്ങനെ എങ്ങനെ? അതെ അമ്മേ, ഞങ്ങൾ ഈ വീട് വിട്ടു പോകില്ലെന്ന് ഉറപ്പ് കൊടുത്തോണ്ടാ സത്യേട്ടൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ. ആ വാക്ക് ഞങ്ങക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ അല്ലടി നിനക്ക് നിന്റെ കെട്ടിയന് ഉളുപ്പില്ലെന്ന് ഞാൻ പറഞ്ഞത്. എടാ, ലേശമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ നീ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോണം. ദേ, ഇല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണം ഇന്ദ്ര. അതെങ്ങനെയാ? ഈ വീട് ഇവർ കൂടി അവകാശപ്പെട്ടതല്ലേ? എടാ, ലേശമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ നീ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോണം. ദേ, ഇല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണം ഇന്ദ്ര. അതെങ്ങനെയാ? ഈ വീട് ഇവർ കൂടി അവകാശപ്പെട്ടതല്ലേ? അമ്മയ്ക്കുള്ള അതേ അവകാശം അമ്മയുടെ മക്കൾക്കും മരുമക്കൾക്കും ഇവിടെയുണ്ട്. ആരെയും നമുക്കിനി ഇവിടെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. അമ്പിളി, നീ എന്തായി പറയുന്നേ? ചീരു പ്രഗ്നന്റ് ആണെന്ന കാര്യം സമ്മതിച്ചെന്നോ? അതെ രഘുവേട്ടാ, ഞാൻ പറഞ്ഞപ്പോ അച്ഛനും രഘുവേട്ടനൊന്നും വിശ്വസിച്ചില്ലല്ലോ. എനിക്ക് തോന്നുന്നതേ അച്ഛനോട് സരോജിനി ആന്റി പറഞ്ഞതാണെന്നാ. അല്ല, ചീരു എന്തിനാ കാര്യം എല്ലാരും മറച്ചു വെച്ചേ? ഇതെല്ലാരും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ? ആരും അറിയാതെ ഒഴിവാക്കാന്ന് വിചാരിച്ചു കാണും. ഏതൊരു പെണ്ണും ഈ ഒരു അവസ്ഥയില് അങ്ങനെ ചിന്തിക്കും. പക്ഷേ അതിനുവേണ്ടി അവളും അനുവും സിറ്റി ഹോസ്പിറ്റലിൽ പോയത് വലിയ അബദ്ധമായിപ്പോയി. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്പിളി? അമ്മാവൻ എന്താ പറഞ്ഞേ? അച്ഛൻ പറയുന്നത് ആ ജീവൻ നശിപ്പിച്ച് കളയരുതെന്നാ. വിനയനെ ഡിവോഴ്സ് ചെയ്ത് ആ കുഞ്ഞിനെ ചീരു പ്രസവിച്ച് വളർത്തണോന്നാ. അല്ല, അത് ചീരുവിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് അമ്പിളി. 2 പെൺകുട്ടികളെ വളർത്താൻ തന്നെ അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതിന്റെ കൂടെ ഇതും. അല്ല, നിന്റെ അഭിപ്രായം എന്താ അമ്പിളി? ഞാൻ അതിലൊരു അഭിപ്രായം പറയാൻ ആളല്ല രഘുവേട്ടാ. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. അച്ഛന്റെ തീരുമാനം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരും കൂടി അബോർഷൻ നടത്താൻ പോയതുകൊണ്ടാ അച്ഛൻ എടുത്തടിച്ച പോലെ അങ്ങനെ പറഞ്ഞത്. ആദ്യമേ അച്ഛന്റെ അടുത്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയും വേഗത വേണ്ടെന്ന് വെക്കാനേ അച്ഛൻ പറയായിരുന്നുള്ളൂ. ഏതായാലും അന്തിമ തീരുമാനം ചീരുവിന് തന്നെ വിട്ടുകൊടുത്തിരിക്കുക അച്ഛൻ. അവൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കാം, അല്ല രഘുവേട്ടാ? ഇതിപ്പോ വീണ്ടും ബോള് വിനയന്റെ കോട്ടിലേക്ക് പോകുന്നത്. അവനെ വെറുതെ ഇരിക്കും തോന്നുന്നില്ല. അത് ബാക്കിയുള്ളവർ കൂടി പണിയാവും. രഘുവേട്ടന് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോയി തലയിടണ്ട. ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കല്ലേ, ഇനിയെല്ലാം നിയമപരമായി നടക്കട്ടെ, അതാ നല്ലത്. ശരി, നീ എന്നാ വെച്ചോ, ഞാൻ ബാങ്കിലേക്ക് പോവാ. 12 മണിക്ക് മുമ്പ് കാശടയ്ക്കാനുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ശരി.
അല്ലോടെ ഇത് എന്ത് പരാതിയാ? തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് തെളിയിക്കലാണോ പോലീസിന്റെ പണി? അവൾ ഗർഭിണിയാണ് സർ. പക്ഷേ എൻ്റെ ഭാര്യ എന്ത് ചെയ്തിട്ടും അത് സമ്മതിച്ച് തരുന്നില്ല. അതിനിപ്പോ പോലീസ് എന്ത് ചെയ്യാനാ? താനൊരു 2 മാസം വെയിറ്റ് ചെയ്യേ. സാധാരണ കള്ളന്മാർ ഒളിപ്പിച്ചു വെക്കുന്ന തൊണ്ടി മുതൽ പോലെ അല്ലല്ലോ ഇത്. ഓരോ മാസം കഴിയും തോറും സംഭവം വെളിച്ചത്ത് വരും. എന്റെ വക്കീലെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്തിനാ വെറുതെ ബാക്കിയുള്ളവരുടെ സമയം മെനക്കെടുത്തുന്നത്? സാറേ, സാറിന് പരാതി വായിക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ കേസ് കുറച്ച് ഗൗരവമുള്ളതാ. അതാ ഞാനും കൂടി വന്നത്. അതെ സർ, എൻ്റെ ഭാര്യ എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾ എൻ്റെ കുഞ്ഞിനെ കൂടി അബോർട്ട് ചെയ്ത് കളയാൻ പോവുകയാണെന്ന്. വിനയനൊരു കേസിലകപ്പെട്ട് കുറച്ച് ദിവസം റിമാൻഡിലായിരുന്നു. അത് സാറിന് അറിയാവുന്നതല്ലേ. ഭാര്യ ഡിവോഴ്സ് കേസ് കൊടുക്കാൻ കാരണം അതാ. അതുവരെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നാ സാറേ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവില്ലല്ലോ. എന്നെ വേണ്ടെങ്കിൽ എന്നെ അവൾ ഉപേക്ഷിച്ചോട്ടെ. പക്ഷേ എൻ്റെ കുഞ്ഞിനെ അവൾ നശിപ്പിക്കാൻ പാടില്ല. അതിപ്പോ അവര് മാത്രം വിചാരിച്ച ചെയ്യാൻ പറ്റുള്ളൂ. അബോർഷന് ഹസ്ബൻഡിന്റെ പെർമിഷൻ കൂടി വേണ്ടേ? അതെ സർ, അതില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ചിലങ്ക സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയത്. പക്ഷേ ഞാനും എൻ്റെ അമ്മയും അവളുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അവളും അവളുടെ വീട്ടുകാരും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നുവെച്ചാ അവരിപ്പോ പറയുന്നത് ചിലങ്ക ഗർഭിണിയല്ലെന്നാ. വിനയനിൽ നിന്നത് മറച്ചു വെച്ച് എത്രയും പെട്ടെന്ന് ഇത് രഹസ്യമായിട്ട് അബോർഷൻ ചെയ്യാന്നുള്ളതാ അവരുടെ ലക്ഷ്യം. സാർ ഇടപെട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് തടയണം. തന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ തന്റെ കയ്യിൽ? ഇല്ല സാറേ. ഉണ്ടെങ്കിൽ വക്കീൽ അത് വെച്ച് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങില്ലേ? ഞാൻ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാടോ തന്റെ ഭാര്യയോട് അബോർഷൻ ചെയ്യരുതെന്ന് പറയുന്നത്? വക്കീൽ ഇവനെ കൊണ്ട് പോവാൻ നോക്ക്. എന്നിട്ട് നിയമവിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പൊ ഞാൻ ഇടപെട്ടോളാം. അതുപോലെ സാറേ, ഇതൊരു കുരുന്ന ജീവന്റെ കാര്യമാ. സാറ് മനസ്സ് വെച്ചാലേ ആ കുഞ്ഞ് ജനിക്കൂ. കോടതിയിൽ ഇവരുടെ ഡിവോഴ്സ് കേസിന്റെ വിധി നിർണ്ണയിക്കുന്നത് ആ ജീവന്റെ തുടിപ്പാ. ചിലപ്പോ സാറിന്റെ ഇടപെടൽ കൊണ്ട് ഒരു കുഞ്ഞിനെയും ഒരു കുടുംബത്തെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ശരി, ഞാനിപ്പോ എന്ത് വേണമെന്ന് വക്കീൽ പറയുന്നു? വേറൊന്നും വേണ്ട സാർ. ഇങ്ങനെ ഒരു പരാതി കിട്ടിയ വിവരം സാറ് ചിലങ്കയുടെ അച്ഛനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. ചിലങ്ക പ്രഗ്നന്റ് അല്ലെന്നാണ് അനന്തൻ മാഷ് സാറിനോടും പറയുന്നതെങ്കിൽ ഞങ്ങൾ ഈ പരാതിയിൽ നിന്ന് പിന്മാറിക്കോളാം. അല്ലേ വിനയ? അതെ സാറേ. അതിൻ്റെ തെളിവായിട്ട് ഇന്ന് ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് കൂടി മാഷ് തരണമല്ലോ സാറിന്. അതുകൂടി കിട്ടിയാ അല്ല, പ്ലീസ് സാർ. ഇതൊരുമാതിരി ചൊറിഞ്ഞ പരാതിയായില്ല വക്കീലേ. ഇതിലും വലിയ 100 കേസുകൾ കെട്ടിക്കിടക്കുക ഇവിടെ. അതിന്റെ ഇടയിലാ സാർ. ശരി, ആ മാഷിന്റെ നമ്പർ പറ. 944 944. ബാക്കി പറയണു. 44 84 84. ചേച്ചി, അച്ഛൻ മുറിയിലുണ്ടോ? ഉണ്ട്. എന്താ ചേരു? ഞാൻ അച്ഛനോട് എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ പോവാ. എന്നുവെച്ചാ 3 കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വളർത്താനുള്ള ശക്തി എനിക്കില്ല. ജനിച്ചുപോയ 2 മക്കളുടെ ഭാവി ഓർത്തെങ്കിലും വയറിനകത്ത് രൂപം പോലും പ്രാപിച്ചിട്ടില്ലാത്ത ആ ജീവനെ എനിക്ക് ഒഴിവാക്കണം. മോള് നീ ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഹലോ, ആരാ?
അനന്തം മാഷല്ലേ? അതെ. മാഷേ, ഞാൻ SI പ്രശാന്ത്, സിറ്റി സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു സാർ? ഇവിടെ മാഷിന്റെ മോള് ചെലങ്കയ്ക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡിനെ പരാതിക്കാരൻ. അവൻ എന്താണ് സാർ വേണ്ടത്? ഞങ്ങൾ ദ്രോഹിച്ചിട്ട് മതിയായില്ലേ? അവനെതിരെ പോലീസിൽ പരാതി തരേണ്ടത് ഞങ്ങളാണ് സാർ. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വന്നതിന് ശേഷവും ഓരോരോ കാരണങ്ങളുണ്ടാക്കി അവൻ ഞങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും പോലീസിനെ സമീപിച്ച അതിന് പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കും.